മക്കളെ? എനിക്ക് പാട്ട് റെഡി? നമസ്കാരം കൂട്ടുകാരെ. ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എൻ്റെ ഉള്ളൊടുക്കും കൊട്ടി അല്ലേ? അപ്പോൾ അങ്ങനെ കറക്റ്റ് 15 മിനിറ്റ് ടൈമിങ്ങിൽ കൊറിയോഗ്രാഫി പ്രാക്ടീസ്. കൊറിയോഗ്രാഫിക്ക് 10 മിനിറ്റ് കൂട്ടിയാൽ മതി. ഒരു 10 മിനിറ്റ് സമയം അടുപ്പിച്ച് പ്രാക്ടീസ് അത്രയായിട്ട് വന്ന് അപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് സമയത്ത് കൊറിയോഗ്രാഫി ചെയ്ത രീതിയിലുള്ള ഒരു ഡാൻസാണ് ചെയ്യാം. ഓക്കെ? എന്ത് പറ്റി ഗ്ലൂമി ആയിട്ടിരിക്കുന്ന? ചെറിയൊരു പേടി. ആ സമയം സാധാരണ ചേച്ചി പാട്ട് പാടുമ്പോൾ ഇവിടെ ആരെങ്കിലും ഒക്കെ പാടുന്നതാണ്. ഇന്ന് പാടിയില്ല. അത് വേറൊന്നുമല്ല, ടെൻഷൻ. ആ ഒരു ടൈം വരി അറിയില്ല. എന്റെ ഉള്ളൊടുക്കം കൊട്ടി പോയി. എന്നാ ഒന്നുകൂടെ പാടിക്കോ, ഒരുമിച്ച് പാടിക്കോ. അയ്യേ, എന്റെ ഉള്ളിൽ ഉടുക്കേ ഉള്ളി. റെഡി ചെയ്യാൻ മക്കളെ? റെഡി? ആരാ ഫസ്റ്റ്? ആരാ? ഓ നോ, സിദ്ധി മോള് സ്റ്റാർട്ടിങ്. അതെ, റെഡി? സിദ്ധി മോൾക്ക് ശ്രദ്ധയോ? മക്കളെ പാട്ട് ആരാ ഇടുന്നേ? പാട്ടാരുടെ എടുത്തു? കുഴപ്പമില്ല. ഓ റെഡി? ചെയ്യാം. റെഡി? ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ട. 10 മിനിറ്റ് സമയമാണ് നമ്മൾ കൂട്ടുകാരോട് പറഞ്ഞില്ലേ? ആണോ? ഓക്കെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. എന്റെ ഉള്ളൊടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ. പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ. എന്റെ ഉള്ളൊടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. നിന്റെ കയ്യിൽ കയ്യും കോർത്ത് തോളിലെന്റെ തോളും ചേർത്ത് കൂടി വരാൻ കാത്തിരുന്നു ഞാൻ. പൊന്നേ നിന്റെ കൂടി വരാൻ കാത്തിരുന്നു ഞാൻ. എന്റെ ഉള്ളൊടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. നാഴിമണ്ണും തുളസിത്തറയും മൺചുവരും മാലിപ്പുരയും. നാഴിമണ്ണും തുളസിത്തറയും മൺചുവരും മാലിപ്പുരയും അവിടെ എന്നോടൊത്തു പൊറുക്കാൻ ആശക്കിളിയെ പോരാമോ? നിന്റെ നെഞ്ചിനകത്തുണ്ടല്ലോ നീലവാനം പോലൊരു മനസ്സ്. നിന്റെ നെഞ്ചിനകത്തുണ്ടല്ലോ നീലവാനം പോലൊരു മനസ്സ്. അവിടെ ചിറകും ചിറകുമൊരുങ്ങി ആറ്റക്കിളി ഞാൻ പാർക്കാമല്ലോ. എന്റെ ഉള്ളൊടുക്കും കൊട്ടി നിൻ
നിൻ കഴുത്തിൽ മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. കോടമഞ്ഞും ചുഴലിക്കാറ്റും കൂരിരുട്ടിലൊരിടിയും മഴയും. കോടമഞ്ഞും ചുഴലിക്കാറ്റും കൂരിരുട്ടിലൊരിടിയും മഴയും. എന്റെ കുടിലു പൊളിക്കാൻ വന്നാൽ എന്തു ചെയ്യും പൈങ്കിളിയേ? പേടി തോന്നും രാത്രിയിലെല്ലാം വീതിയേറും നിന്നുടെ മാറിൽ. പേടി തോന്നും രാത്രിയിലെല്ലാം വീതിയേറും നിന്നുടെ മാറിൽ. എന്റെ കയ്യാൽ എങ്ങനെ എങ്ങനെ നിന്നെ പുൽകിയുറങ്ങാമല്ലോ. എന്റെ ഉള്ളുടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. നിന്റെ കയ്യിൽ കയ്യും കോർത്ത് തോളിൽ എന്റെ തോളും ചേർത്ത് കൂടി വരാൻ കാത്തിരുന്നു ഞാൻ. പൊന്നേ നിന്റെ കൂടി വരാൻ കാത്തിരുന്നു ഞാൻ. എന്റെ ഉള്ളുടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. ഓക്കെ. ആ, എന്ത് പറ്റി? അനാമിക മോളെ തെറ്റിപ്പോയോ? കരയുന്നോ? എനിക്ക് കുറഞ്ഞായിട്ടൊന്നും കളിച്ചില്ല. ആണോ? ജസ്റ്റ് സെപ്പറേറ്റ് ആ സ്റ്റെപ്പ് മാത്രമായിട്ട് ചെയ്യിക്കണോ? അതെ, രണ്ടാമത്തെ പോർഷനാണ് എനിക്ക് കറക്റ്റ് കിട്ടിയത്. ആദ്യത്തെ പോർഷൻ എനിക്ക് കിട്ടുന്നേ ഇല്ലായിരുന്നു. പക്ഷെ ചെയ്തപ്പോ രണ്ടാമത്തെ അവിടെ ഒളിച്ചു നിന്ന് ശ്രീലക്ഷ്മി അനാമികയുടെ ബാക്കിലെ തോർത്തെടുത്ത് വിയർപ്പ് ഉടയ്ക്കുന്നു. ഓക്കെ, ഒരു മനുഷ്യൻ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. യെസ്. നമുക്ക് എല്ലാ തവണയും തോന്നുന്നതാണ്. നമുക്ക് വല്ലപ്പോഴും അല്ലേ? പിന്നെ ഓരോരുത്തർ കേറുന്ന ഇറങ്ങുന്ന ഒരു ലാഗ് വന്ന് എനിക്ക് തോന്നുന്നു നിമ്മി അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഞാൻ കേറി വന്നത്. ഓക്കെ, എന്നെ ഫോക്കസ് കിട്ടി കാണത്തില്ലായിരിക്കും. അറിയില്ല, ഞാൻ കേറി വന്നായിരുന്നു. അതറിയില്ല. ഇങ്ങനെ സ്റ്റെപ്പ് എടുത്ത് വരുന്നതായിരുന്നു എന്റത്. എന്നാലും മക്കളെ, ആ അനാമിക മോളെ വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി പക്ഷേ ചേച്ചി മൊത്തത്തിൽ അങ്ങ് മറന്നുപോയി. ഇത് കളിച്ചപ്പോ എനിക്കൊരു ഡൗട്ട് തോന്നിയേ. പക്ഷെ അത് കറക്റ്റ് സ്റ്റെപ്പ് ആയിരുന്നേ. അതിനുശേഷമുള്ള സ്റ്റെപ്പ് അതൊക്കെ ഇതാണ്. ഇങ്ങനെ എന്തോ കൈയൊക്കെ കറക്കി ഇപ്പുറത്തെ ഡോള്. ഇത് മാത്രം കറക്റ്റ് കളിച്ചു. പക്ഷെ ആ സ്ഥലത്തല്ല ഞാൻ സ്റ്റെപ്പ് ഇട്ടത്. അതൊക്കെ ഞാൻ കൈ നിട്ടത്, എല്ലാം കൈ നിട്ടത്. കയ്യിൽ നിട്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലേ? മോളെ, കയ്യിൽ നിട്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലേ? അത് തന്നെ ഏറ്റവും വലിയ കാര്യം. പക്ഷെ അത് കാണുമ്പോ മനസ്സിലാവും എനിക്ക് കോൺഫിഡൻസ് ഇല്ലാതെയാണ് ഞാൻ കളിച്ചത്. കുഴപ്പമില്ല. നമ്മുടെ ഇത്ര എന്ത് പറ്റി? തെറ്റിപ്പോയില്ലേ? എനിക്ക് സന്തോഷം. നിനക്കോ? നിനക്ക് സന്തോഷം? ഓക്കെ, എനിക്ക് രണ്ടുമില്ല. രണ്ടുമില്ല. എനിക്ക് പിന്നെ ആ ഒരു അനുഭവം കൂടെ ഇടയ്ക്ക് വരുന്ന നല്ലതാണ്. കാരണം എപ്പോഴും ഇങ്ങനെ നല്ലതാക്കി. അതല്ല, സിദ്ധിമോള് പറഞ്ഞേ എനിക്ക് സങ്കടം തോന്നില്ല, സന്തോഷം തോന്നില്ല. എന്നിട്ട് സിദ്ധിമോളുടെ കണ്ണീന്ന് അങ്ങ് കുശുമ്പും സന്തോഷം മിക്സ് ചെയ്ത് വല്ലപ്പോഴും ഒക്കെ അങ്ങനെ വരണ്ടേ? അത് പ്രതികാരം പോലെ. അതൊക്കെ മേലെ. എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധിമോളെ? ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വളരെ ചുരുക്കമാണ്. വർഷത്തിൽ 1-2 വട്ടം നടക്കുന്ന പ്രതിഭാസമാണ്. അപ്പൊ അത് ബേസ് ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ? നല്ലായിരുന്നു. അയ്യോ, നല്ല പാട്ടായിരുന്നു. പിന്നെ
ഞാൻ നന്നായിട്ട് കളിച്ചെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ലാസ്റ്റ് പോർഷൻ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശരി, പക്ഷെ നന്നായിട്ടാ ചെയ്യും. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? നല്ലായിരുന്നു ചേച്ചി, ഞാൻ നന്നായിട്ട് തന്നെ ചെയ്തത്. ആ, പിന്നെ തെറ്റിയൊന്നുമില്ല. ഇടയ്ക്ക് അഞ്ചു ചേട്ടാ അവിടെ സംസാരിച്ചു, അപ്പൊ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ ഒരു ചെറിയ താളത്തിൽ എന്തോ ഒരു എന്തോ ഒരു അപാകത അത് കേറി വരുന്ന സമയത്ത് എന്തോ ചേട്ടൻ ദേഷ്യപ്പെട്ടത് എന്തോന്ന് ഒരാള് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചതേ ഉള്ളൂ, ബാക്കി അതിനിടയ്ക്ക് ശ്രദ്ധിക്കരുത്. അതാണ് കാരണം ക്യാമറയിലല്ലേ നമ്മള് നോക്കുന്ന, ക്യാമറയുടെ ബാക്കിൽ അഞ്ചേട്ടാ ശ്രദ്ധയില്ലേ ചേച്ചി ഈ കുട്ടിക്ക്? അതെ. ഇന്നാളെപ്പോഴും ആരോ ശ്രദ്ധയുള്ള ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ, നിത്യതി അഭിരാമി. അയ്യേ, ശ്രീലക്ഷ്മി എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? കള്ളത്തരം പറയാതെ. ഇത് കഴിഞ്ഞിട്ട് പറയാം. നന്നായിരുന്നു ചേച്ചി. ഉദ്ദേശിച്ചതെല്ലാം നന്നായി കളിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് സിദ്ധിന്റെ കൂടെ കയറി കളിച്ചപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നന്നായി എന്ന് വിശ്വസിക്കുന്നു. സിദ്ധി ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും ആ സ്റ്റെപ്പില് തെറിച്ചു പോകുന്നു. ഓക്കെ, ശരി മക്കളെ. എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ? നല്ലായിരുന്നു, ആണ്, നല്ലതായിട്ട് ചെയ്യാൻ പറ്റി, കുഴപ്പമൊന്നുമില്ല. ജനമോൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. ഏത് ഡാൻസ് കഴിഞ്ഞ് ചോദിച്ചാൽ ഞാൻ നന്നായി ചെയ്തു, നല്ലതായിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, എന്റെ മീനാക്ഷിയുടെയും ഒരു പ്രത്യേക തരം സ്റ്റെപ്പ് എന്റെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയോ ഇല്ലേന്ന് അറിയാൻ വയ്യ. ശരി വാവേ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ? സങ്കടം പറഞ്ഞു തീർന്നാ? അല്ലാതെ ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ പോർഷൻ കറക്റ്റ് കിട്ടി, അത് അത്ഭുതം സംഭവിച്ചു. അപ്പൊ പിന്നെ സങ്കടം, അതായത് സഹിക്കാൻ വയ്യ ഒരെണ്ണം പോലും ഒരു പ്രശ്നമാണ്. ഓക്കെ, ഓക്കെ, ഒരു ഡാൻസിന് ഒരുമിച്ച് നിന്നോ. ഓക്കെ, അപ്പൊ മക്കളെ കറക്റ്റ് 10 മിനിറ്റ് സമയമായിട്ട് നിങ്ങൾ ചെയ്തവരുതാണ്. കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ വരും. കറക്റ്റ് ആ ടൈമിൽ 10 മിനിറ്റ് ചെയ്തതിൻ്റെതായത് കൊണ്ട് തീർച്ചയായും നമ്മുടെ കൂട്ടുകാർ ക്ഷമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നല്ലൊരു ഇനിയും ഉടൻ തന്നെ ടാറ്റാ.